മോർണിംഗ് ഗൈസ്, ഗുഡ് മോർണിംഗ്. ഇന്നലെ രാത്രി കിടന്നപ്പോൾ 12 മണി. ചെറിയൊരു ക്ലീശ കാണിക്കാൻ പോണേ. ദിവസം കുറേ ആയിരുന്നു ഡെയിലി വ്ളോഗ് ഇടണം വിചാരിക്കും. നടക്കണില്ല, 5 ദിവസങ്ങളായിരുന്നു. നിങ്ങളിപ്പോൾ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടോ നെഗറ്റീവ് അടിക്കാൻ കയറി വരുന്നുണ്ട്. ദ സൈക്കോളജി ഓഫ് മണി ബൈ മോർഗൻ ഹൗസൽ. ഇന്നും അതൊരു മോട്ടിവേഷൻ വീഡിയോ കണ്ടത് തുടങ്ങണം കേട്ടോ. ഈ ഒരു വീഡിയോ എനിക്ക് നല്ല മോട്ടിവേഷനായിട്ട് തോന്നിയിട്ടാ. അപ്പോൾ ഞാൻ കമൻറ്റിൽ പിൻ ചെയ്തിടാം, വേണ്ടവർ വേണമെങ്കിൽ കയറി കണ്ടോളി. ഡെയിലി വ്ളോഗ് പറഞ്ഞാൽ നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യണ കാര്യങ്ങളാണല്ലോ. അപ്പോൾ ഞാൻ രാവിലെ തന്നെ എന്നും എണീച്ച ശേഷം തന്നെ ചെയ്യണ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, വീടിൻ്റെ ബാക്കിൽ കുറച്ച് ഏരിയയിലുണ്ടല്ലോ, ഞാൻ കുറച്ച് പച്ചക്കറി തൈ നട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് പരിചരണവും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ എന്നും കാലത്ത് തന്നെ തുടങ്ങുക. രാവിലെ തന്നെ നനക്കും, പിന്നെ ഉച്ചക്ക് വീട്ടിലുണ്ടെങ്കിൽ നനക്കും, വൈകിട്ട് ഉള്ളത് പറയാല. സാമ്പത്തികമായിട്ടും അല്ലാണ്ടും കുറച്ച് പ്രശ്നങ്ങളിലൊക്കെയാണ്. എന്നാലും ഞാൻ ഈ ഒരു പച്ചക്കറി തൈകൾ നട്ട് വളർത്തി തുടങ്ങിയപ്പോൾ എനിക്ക് ആ ഒരു മൂടൊക്കെ മാറി ഇപ്പോൾ ഒരു ഹാപ്പിനെസ് വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കുറേ ടെൻഷൻസ് കുറഞ്ഞതേ, സത്യമായിട്ടതേ ഉള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ പൊള്ളിയാണ്. പച്ചക്കറി മാത്രമല്ല കേട്ടോ വെച്ച് പിടിപ്പിച്ചേക്കണത്. ഇതാണ് ശംഖുപുഷ്പം. 2-3 പൂക്കളൊക്കെ വെച്ച് കിട്ടാറുണ്ട്. അത് വെച്ചിട്ട് അത് നോക്കും, നീ മോൾക്കും വെള്ളം നിറപ്പിച്ചും കൊടുക്കാറുണ്ട്. ഒന്ന് കൊടുങ്ങല്ലൂർക്ക് പോയിട്ട് വരാം. ഒട്ടുമിക്ക ദിവസങ്ങളിൽ ഞാൻ കൊടുങ്ങല്ലൂർ പോകട്ടാ. കൊടുങ്ങല്ലൂർ പോകണം എന്തിനാണെന്നുള്ളത് അടുത്ത വ്ളോഗ് ഞാൻ ഇടാട്ടാ. അങ്ങനെ ഞാൻ കൊടുങ്ങല്ലൂരൊക്കെ പോയി വന്നിട്ടാ. കൊടുങ്ങല്ലൂർ പോയതിൻ്റെ പിന്നിലൊരു വൻ കഥയുണ്ടായിരുന്നു. 9 തിരിച്ച് വീട്ടിലെത്തേണ്ട ഞാനേ എത്തിയത് 12 മണിയായി. ഞാൻ നേരത്തെ കാണിച്ച വീഡിയോയില്, മോട്ടിവേഷൻ വീഡിയോയില് പറഞ്ഞിരുന്നു ടൈമിന് വാല്യൂ കൊടുക്കണം എന്നുള്ളത്. അങ്ങനെ കൊടുത്താണ് കണ്ടത്. നേരത്തോടെ രാവിലെ തന്നെ സെയിലിന് പോകാന്ന് വിചാരിച്ചു, പക്ഷെ നടന്നില്ല. ഇപ്പൊ സമയം 2 മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടാ. ഓ മൈ ഗോഡ്, എൻ്റെ ടയറേ. പണ്ട് നമ്മളെ കാർന്നന്മാർ പണിയെടുത്തുണ്ടാക്കി തന്നെ പൈസക്ക് നമുക്കൊരു വില ഉണ്ടായിരുന്നില്ല. ഇപ്പം നമ്മ പണിയെടുത്തുണ്ടാക്കണ പൈസക്ക് എന്താ വില അല്ലേ. ഇതിപ്പോൾ ഫസ്റ്റ് കടയൊന്നുമല്ല കേട്ടാ, ഫസ്റ്റ് 4-5 കടകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ എത്തിയേക്കണ ടൈം എന്ന് പറയുന്നത് 4 മണിക്കാണ്. ഈ കടയിൽ ഷാനു സ്റ്റോഴ്സ് എന്നാണ് പേര്. ആളുടെ കടയിൽ തന്നെ ഞാനിപ്പോൾ ഒരു 420 രൂപയുടെ ഐറ്റംസ് കൊടുത്തിട്ടുണ്ട്. നിങ്ങളൊക്കെ എന്നെ കാര്യമായിട്ട് സപ്പോർട്ട് ചെയ്യണമെങ്കിൽ ഒരു 4 വർഷം ഈ കച്ചവടം നടത്തിയ എക്സ്പീരിയൻസ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യട്ടാ. എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഇതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഭരിക്കാനാടില്ല, എല്ലാം നമ്മ തന്നെ. വലിയ ബാധ്യതകളൊന്നും ഇല്ലെങ്കിൽ നല്ല അസലായിട്ട് ജീവിച്ചു പോകട്ടെ ഒരു ചെറിയ കുടുംബത്തിൽ. പിന്നെ ഉള്ളത് നമുക്ക് ഒരുപാട് ആൾക്കാരായിട്ട് ഇടപഴകാം. പഴം വറുത്തത് ആ റാക്കിലുണ്ടാവാറ്, കൊട്ടയിലുണ്ടാവൂല. പണ്ടത്തെ പുളിജാം എത്രയാണിത്? ഒരു 7-8 മണി ആയതോടുകൂടി ഞാൻ വീട്ടിലെത്തിയിട്ടാ. റമദാൻ മാസം ആയതുകൊണ്ട് തന്നെ വേറെ പുറത്തൊന്നും ഭക്ഷണം കഴിക്കലുണ്ട്. നേരെ വീട്ടിൽ വന്നിട്ട് കഴിക്കാം. നോമ്പ് തുറക്കാനാണെങ്കിൽ ഇഷ്ടംപോലെ പള്ളികൾ കാണുന്നത്. സമൃദ്ധിയായിട്ടുള്ള ഫുഡ് അവിടെ നിന്നും കിട്ടും. ഇന്നത്തെ ദിവസം വീട്ടിൽ വന്നപ്പോഴുള്ള ഫുഡുകൾ ഇതൊക്കെയാണ്. ഫ്രൂട്ട്സ് ഉണ്ടായി, ഈത്തപ്പഴം ഉണ്ടായിരുന്നു, സ്പെഷ്യലായിട്ട് പഴംപൊരി ഉണ്ട്. അപ്പം ശരി കേട്ടാ, അടുത്ത വ്ളോഗായിട്ട് അടുത്ത ദിവസം കാണാം കേട്ടാ. ഞാൻ ഈ ഷമാമൊക്കെ ഒന്ന് കുടിച്ചിട്ട് റിലാക്സ് ആയിട്ട്